ഹലോ എവരിവൺ. എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ ആണ്. അപ്പോൾ ഏതൊരു കൺട്രീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് വെൽത്താണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷനാണ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്നും ക്യാപിറ്റൽ ഫോം ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കൺട്രിക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ക്യാപിറ്റൽ ഫോർമേഷന് ഒരുപാട് വേസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. എന്താണ് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയാം. Foreign capital inflows refers to the inflow of capital from one country to the other, and they do not relate to the movement of goods or payments for exports and imports that take place through government, private and international organization or agencies. അതായത് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ടുള്ള ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലോ ആണ്. പക്ഷേ അത് ഒരിക്കലും ഗുഡ്സിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്പോർട്സിൻ്റെയും ഇമ്പോർട്ട്സിൻ്റെയും പേയ്മെൻറ്റ്സോ ആയിരിക്കില്ല. They take place through government, private and international organization. അതായത് ഗവൺമെൻറ്, പ്രൈവറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വഴിയാണ് ഈ ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബിറ്റ്വീൻ ഏപ്രിൽ 2022 മാർച്ച് 2021 സിംഗപ്പൂരിൽ നിന്നും ഹയസ്റ്റ് FDI ഇന്ത്യക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അത് 17.42 ബില്യൺ ആണ്. ഇനി റോൾ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ആണ്. ഫസ്റ്റ് വൺ ആണ്, ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ ക്യാൻ ഹെൽപ്പ് ദ ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് ഇക്കോണമിക് ഗ്രോത്ത് ബൈ പ്രൊവൈഡിങ് നെസസറി ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി. ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലും അതുപോലെ തന്നെ ടെക്നോളജിയും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്തിന് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ്, ക്യാപിറ്റൽ ഫ്ലോസ് കോൺട്രിബ്യൂട്ട് ഇൻ ഫില്ലിംഗ് ദ റിസോഴ്സ് ഗ്യാപ്പ് ഇൻ കൺട്രീസ് വെർ ഡൊമസ്റ്റിക് സേവിങ്സ് ആർ ഇനോഡിക്കേറ്റ് ടു ഫൈനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് രാജ്യങ്ങളിൽ ഡൊമസ്റ്റിക് സേവിങ്സ് ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇനാഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് സേവിങ്സ് ഉള്ള രാജ്യങ്ങളിൽ ആ ഒരു റിസോഴ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഫ്ലോസ് സഹായിക്കുന്നുണ്ട്. And third one, capital inflows allow the recipient country to invest and consume more than it produces when the marginal productivity of capital within its border is higher than the capital rich regions of the capital. അതായത് ആ ഒരു രാജ്യത്തിന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, കൺസ്യൂം ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഇൻഫ്ലോസ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ, ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഫെസിലിറ്റേറ്റ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഡെവലപ്പിംഗ് ഗോൾസ് ആൻഡ് ദി ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ഇക്കോണമിക് എംപവർമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. അതായത് ആ രാജ്യത്തിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, നാഷണൽ ഇക്കോണമിക് ഒബ്ജക്റ്റീവ്സ്, എംപവർമെൻറ്റ്, ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഇതെല്ലാം തന്നെ അറ്റൈൻ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Fifth one, as the economy become more open and integrated with the rest of the world, capital inflows will contribute significantly to the transformation of the developing country. അതായത് ആ ഒരു ഇക്കോണമി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു രാജ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Then അടുത്താണ്, capital inflows are necessary for macroeconomic stability as capital inflows affect the wide range of macroeconomic variables such as exchange rates, interest rate, foreign exchange reserves, domestic monetary conditions as well as savings and investment. അതായത് ക്യാപിറ്റൽ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് മാക്രോ ഇക്കോണമിക് സ്റ്റെബിലിറ്റിക്ക് നെസസറി ആണ്. ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഒരുപാട് മാക്രോ ഇക്കോണമിക് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്ചേഞ്ച് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഡൊമസ്റ്റിക് മോണിറ്ററി കണ്ടീഷൻസ്, ഇതെല്ലാം തന്നെ എന്താണ്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതിനെല്ലാം തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്താണ്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ഫോറിൻ ക്യാപിറ്റൽ ക്യാൻ പ്ലേ എ യൂസ്ഫുൾ റോൾ ഇൻ ഡെവലപ്മെന്റ് ബൈ ആഡിംഗ് ടു ദ സേവിങ്സ് ഓഫ് ലോ ആൻഡ് മിഡിൽ ഇൻകം ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ പേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ലോ അല്ലെങ്കിൽ മിഡിൽ സേവിങ്സ് ഉള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് അവരുടെ റോള് കുറച്ചും കൂടി അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ദി ഫോറിൻ എക്സ്ചേഞ്ച് ബാരിയേഴ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ബാരിയേഴ്സ് ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏതെല്ലാം സോഴ്സസിലൂടെയാണ് ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് സെയിൽ. Second one, joint venture with an Indian partner. Third one, foreign investment through GDRS. Fourth one, investment by foreign institutional investors. Fifth one, foreign portfolio investment. Sixth one, depository receipts. And seventh one, external commercial borrowings.
Well, first one ആണ് direct sale. This is probably the easiest way of expanding operations in any country. This provides the least presence in India. Direct sale എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിലെ ലീസ്റ്റ് പ്രസൻസ് ആണുള്ളത്. ഇതിനകത്ത് ഈ ഡയറക്റ്റ് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് വലിയൊരു ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സിൻസ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് നമുക്ക് ഒരുപാട് ഇൻകം ഒന്നും അക്രൂ ചെയ്യുന്നില്ല ഫോറിൻ കമ്പനി ചെയ്യുന്നത്. കാരണം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അവർ. ആൻഡ് അതുപോലെ തന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ടർ ഓഫ് ഗുഡ്സ് നടത്തുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ പേയ്മെൻ്റ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അടുത്താണ് ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ആൻ ഇന്ത്യൻ പാർട്ട്ണർ. Foreign companies can set up their operations in India by establishing strategic alliances with Indian partners. Indian partners-ആയിട്ട് strategic alliance എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഫോറിൻ കമ്പനീസിന് അവർക്ക് ഇവരുടെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മോസ്റ്റ് ആയിട്ട് ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത് ഫോറിൻ കോർപ്പറേഷൻസും അതുപോലെ തന്നെ നോൺ റെസിഡൻസ് ഒക്കെയാണ് അവരുടെ ഇന്ത്യയിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് രണ്ട് ഫോമിൽ നടത്താം. ഗ്രീൻഫീൽഡ് പ്രോജക്റ്റും അതുപോലെ തന്നെ ടേക്ക് ഓവർ ആൻഡ് സ്ട്രാറ്റജിക് അലയൻസ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ GDRS അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ GDRS മെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് FDI ആയിട്ടാണ്. അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനീസിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇക്വിറ്റി ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കമ്പനീസിന് ഇക്വിറ്റി ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ GDR എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ഡിനോമിനേറ്റ് ചെയ്യുന്നത് ഡോളേഴ്സിലാണ്. അടുത്താണ് ഇൻവെസ്റ്റ്മെന്റ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആണ്. അവരെന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ കൺട്രി ആയിരിക്കും. ഏത് രാജ്യത്താണോ അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അയക്കുന്നത് ആ രാജ്യത്തുള്ള ആളുകളല്ല, ഔട്ട്സൈഡ് ദ കൺട്രി ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി ടെറിട്ടറി ഓഫ് ദി കൺട്രി ആയിരിക്കും. ദീസ് ആർ ആക്ച്വലി ഔട്ട്സൈഡേഴ്സ്. അവർ ഔട്ട്സൈഡേഴ്സ് ആണ്, ഫിനാൻഷ്യൽ മേക്കേഴ്സ് ആണ് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ. അതിൽ മെയിനായിട്ട് വന്നത് പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അടുത്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ വന്നിട്ട് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് വരുന്നത്. ഈ മേജർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ്, അസറ്റ്സ് മാനേജ്മെന്റ് കമ്പനീസ്, പെൻഷൻ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെയാണ്. ഇവരുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇൻവെസ്റ്റർ പർച്ചേസ് ദ ഇക്വിറ്റി ഇൻ എ ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ആ ഒരു ഇൻവെസ്റ്റർ ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നായിരിക്കും ഇക്വിറ്റി പർച്ചേസ് ചെയ്യാം. സെക്കൻഡ് വൺ, ദ ഇക്വിറ്റി ഇൻക്ലൂഡ്സ് ഷെയർസ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ക്യാപിറ്റൽ. ആ ഒരു ഇക്വിറ്റിയിൽ ഷെയർസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ക്യാപിറ്റലും വരുന്നുണ്ട്. തേർഡ് വൺ, ദ ഇക്വിറ്റി പർച്ചേസ് ഈസ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ആ പർച്ചേസ് ചെയ്യുന്ന ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആയിരിക്കും. ആൻഡ് ഫോർത്ത് വൺ, ദ ഇൻവെസ്റ്റർ ഈസ് എ നോൺ റെസിഡന്റ്. NRI ആയിരിക്കും ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്താണെന്ന് നോക്കാം. These are equity instruments issued outside the country to non-resident investors by authorized overseas depository bank. ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണ്? ഔട്ട്സൈഡ് ദ കൺട്രിയിലുള്ള അല്ലെങ്കിൽ NRIസിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ത്രൂ ഡെപ്പോസിറ്ററി ബാങ്ക്സ്. ഈ USA ഇഷ്യൂ ചെയ്യുന്ന DRന് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണെന്ന് പറയുന്നത്. ദെൻ ഗ്ലോബലി ഇഷ്യൂ ചെയ്യുന്നതിന് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്താണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ borrowings. It includes commercial bank loans. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺസ്, ബയേഴ്സ് ക്രെഡിറ്റ്, സപ്ലയേഴ്സ് ക്രെഡിറ്റ്, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോൺസ്, ഇതെല്ലാമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇതെല്ലാം വരുന്നുണ്ട്. ഇൻ ഇന്ത്യ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ആർ ബീയിങ് പെർമിറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ പ്രൊവൈഡിങ് അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട് ടു ഇന്ത്യൻ കോർപ്പറേറ്റ് ആൻഡ് PSUs ഫോർ financial expansion of existing capacity as well as fresh investment to augment the resources available domestically. അതായത് ഇന്ത്യയിൽ ഈ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെന്തിനാന്ന് വെച്ചാൽ ഇന്ത്യൻ കോർപ്പറേറ്റ്സിന് അതുപോലെ തന്നെ PSUസിനെയൊക്കെ അവരുടെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും കൂടുതൽ റിസോഴ്സസ് ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആക്കാനൊക്കെ ആയിട്ട് ഇന്ത്യൻ കോർപ്പറേറ്റ്സിനും PSUസിനും ഗവൺമെന്റ് ഈ ഒരു ഇത് അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ് നോക്കിയത്. സോ താങ്ക് യു എവരിവൺ.